ചേട്ടാ ഈ പെരക്ക് തീ പിടിച്ചോലെ എങ്ങോട്ടാ ഓടുന്നേ? സരള ചേച്ചിയുടെ മോള് പോയി, ഞാൻ അവിടെ വരെ ഒന്ന് പോവുക. അത് എന്ന് പോയി? ഇന്നലെ രാത്രി പോയി. ആ, അവക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ മോളെ ബസ് കണ്ടക്ടർ കൂടെ തട്ടത്തിന്മറയത്ത് സിനിമ കാണാൻ പോയെന്നും പറഞ്ഞ് അവള് ലോകം മുഴുവൻ പാട്ടാക്കിയതാ. ഇതാരാ ജെയിംസോ? അറിഞ്ഞോ? എന്ത്? സരള ചേച്ചിയുടെ മോള് പോയി. എപ്പ? ഇന്നലെ രാത്രി ആരുടെ കൂടെ പോയി? അവൾ എന്നെ കുറിച്ചും കുറെ കുറ്റങ്ങൾ പറഞ്ഞു നടപ്പുണ്ട്. അല്ല, ശോഭയുമായി ചെട്ടിക്കാരൻ തമ്പിയുടെ വണ്ടിയുടെ പുറകെ പോയെന്ന് അവര് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ 6 രൂപയുടെ ടിക്കറ്റ് എടുക്കണം, 60 പേരുടെ തട്ടുമുട്ടോ കൊള്ളേണ്ടി വരും. ബസ് സ്റ്റോപ്പിലിട്ട് നിർത്തിയേ ഇല്ല, എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങേണ്ടി വരും. അത് ശരിയാ, ശോഭ ആള് കൊള്ളാട്ടോ. ആ, ഇതെന്താ മീൻ മേടിക്കാൻ പോയതാ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആ, കയ്യിലൊന്നും കണ്ടില്ല, കാതിൽ 2 മീൻ തൂങ്ങി കിടപ്പുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ആ, ചന്ദ്ര ഈ വെട്ടുകത്തിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകുന്നു? ആ, കയറുണ്ടല്ലോ, തൂങ്ങിച്ചാൻ പോകുന്നു. വിലക്കയറ്റെന്ന് പറഞ്ഞ് കെട്ടി തൂങ്ങാൻ പോവാണോ? അടുത്ത സർക്കാർ വരുമ്പോ ഇതിലും കൂടും. അതൊക്കെ അങ്ങനെ കിടക്കും ചന്ദ്ര. എന്നാലും ഇതൊക്കെ ആയിട്ട് എങ്ങോട്ട് പോണു ചന്ദ്ര? പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, ഇന്നലെ ആ സരള ചേച്ചിന്റെ മോള് പോയി. മോള് പോയ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അവൾ ആരുടെ കൂടെയാ പോയത്? അവളാ? ചേച്ചി, സരള ചേച്ചിന്റെ മോള് പോയ കാര്യമല്ല ഞങ്ങള് പറഞ്ഞത്. ആ പാവത്തിന്റെ വീടിന്റെ മോള് പോയ കാര്യമാണ് ഞങ്ങള് പറഞ്ഞത്. ഓ, അത് ശരി. ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നില്ലേ, അങ്ങനെ സംഭവിച്ചതാ. ഞങ്ങള് നാട്ടുകാരല്ലേ, ഞങ്ങൾ അവരൊന്ന് സഹായിക്കാൻ വേണ്ടി പോകാ. ഞാനും വരുന്നു മോനെ, വാ. ഓ, എന്നാ പോ. സ്വന്തം കുറ്റം തിരിച്ചറിയാതെ മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും.